വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 2:24, റെവലേഷൻ 2:24 വായിച്ച. റെവലേഷൻ 2:24, വെളിപ്പാട് പുസ്തകം 2:24. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത, സാത്താന്റെ ആഴങ്ങൾ അറിയുക. ദൈവത്തിൻ്റെ ആഴങ്ങളുണ്ട്, അതുപോലെ സാത്താന്റെ ആഴങ്ങൾ അറിയുക. അപ്പോൾ ഞാൻ എൻ്റേത് എന്നുള്ളത് എവിടെ നിന്ന് ആരംഭിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ ആഴമായി ചിന്തിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് വാസ്തവമായി മനസ്സിലാക്കുള്ളൂ. ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ എപ്പോഴും നാം നമ്മുടേത് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എടുത്താൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 26 വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് പറയുന്നത് എന്താണ്? നാം. ത്രിത്വത്തിൽ നാം, ഞാൻ എൻ്റേത് എന്നല്ല പറയുന്നത്, നാം. അതുപോലെ 11-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നാം വായിക്കുമ്പോൾ നാം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അധ്യായത്തിൻ്റെ 6-ാം വാക്യം, അതിൻ്റെ 7-ാം വാക്യം വായിച്ചാൽ, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ. വരുവീൻ നാം ഇറങ്ങിച്ചെന്ന്. അവിടെയും ത്രിത്വത്തിൽ ദൈവത്തിൻ്റെ ഈ യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണെന്ന് തോന്നുന്നു, വായിച്ചാട്ട്. യെശയ്യാവ് 6:8. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. അപ്പോൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് കൂടി ഞാൻ എൻ്റേത് എന്നല്ല, നാം നമ്മുടേത്. നാം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഏക ശരീരസ്ഥരാകയാണ്. കാട്ടൊലിവാകുന്ന നമ്മെ കാട്ടൊലിയിൽ നിന്ന് മുറിച്ചെടുത്ത് നല്ലൊലിവാകുന്ന ക്രിസ്തുവിനോട് ഒട്ടിച്ച് നാം ഒരു ശരീരമായി തീരുകയാണ്. കർത്താവായ യേശുക്രിസ്തു തലയും നാം എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാണല്ലോ. റോമാലേഖനം 12:5 വായിച്ചാട്ട്. റോമാലേഖനം 12:5, റോമൻസ് 12:5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും, അതുപോലെ പലവരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും, എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നുവല്ലോ. ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഞാൻ എൻ്റേത് എന്നുള്ളത് സാത്താനിൽ നിന്ന് വന്നതാണ്. പലർക്കും സാത്താനും ലൂസിഫറും ഒന്നാണെന്നൊരു ചിന്ത മനസ്സിൽ കിടപ്പുണ്ട് പലരും. കാരണം ചില കമൻ്ററിയിലും എല്ലാവരും സാത്താനായ ലൂസിഫർ എന്നൊക്കെ ഉള്ളതുകൊണ്ട് സാത്താനും ലൂസിഫറും ഒന്നാണ് എന്നൊരു, അത് സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ്. എന്നാൽ സാത്താനും ലൂസിഫറും രണ്ടും രണ്ടാണ്. ലൂസിഫറിനെ തെറ്റിച്ചത് സാത്താനാണ്. സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 54:16. യെശയ്യാ പ്രവചനം 54, ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 16. യെശയ്യാ 54:16 വായിച്ചാൽ, തീക്കനലൂതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിക്കുവാൻ സർവ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. I have created the waster to destroy. യെശയ്യാവ് ആത്മാവിൽ കണ്ടെഴുതുകയാണ്. ദൈവം പറയാണ്, ഞാൻ നശിപ്പിക്കുവാൻ സംഹാരകനെയും സൃഷ്ടിച്ചിരിക്കുന്നു. I created the waster. ഇനിയും യെശയ്യാവ് 45:5-7 വരെ വായിച്ചാണ്. 45:5-7 വരെ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു,
സൂര്യോദയത്തെങ്കിലും അസ്തമാനത്തെങ്കിലുമുള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. I form the light and create darkness. I make peace and create evil. I the Lord do all these things. ഞാൻ നന്മയുണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും സൃഷ്ടിക്കുന്നു. അപ്പോൾ സാത്താനെ സൃഷ്ടിച്ചത് യഹോവയായ ദൈവമാണ്. സാത്താൻ തനിയെ ഉണ്ടായ ആളല്ല. സാത്താൻ വേറൊരു ശക്തിയല്ല, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ശക്തിയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വചനത്തിൽ കൂടെ നമുക്ക് വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. സാത്താൻ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തെ പോലെ ആകുവാൻ കഴിയുകയില്ലായിരുന്നു. നമ്മളെ പരിശോധിക്കുന്ന പരിശോധനയില്ലായിരുന്നുവെങ്കിൽ നാം സൃഷ്ടിയും സൃഷ്ടിതാവും രണ്ട് നിലയിലായിരിക്കും. ഉദാഹരണമായി, ദൈവം നമ്മളെ തന്നെപ്പോലെ സൃഷ്ടിക്കുകയാണെങ്കിൽ സൃഷ്ടിതാവിൻ്റെ ഒരു ലെവൽ, സൃഷ്ടി രണ്ടാമത്തെ ലെവൽ. എന്നാൽ സാത്താനെ സൃഷ്ടിച്ച ശേഷം നമുക്കെതിരായി അവൻ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം സാത്താനെ ജയിച്ചാൽ ദൈവത്തെ പോലെ ഒരുപോലെ ആകുവാനുള്ളതായ ഭാഗ്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ സാത്താനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾക്ക് പ്രതികൂലങ്ങൾ കൊണ്ടുവന്ന്, നമുക്ക് കഷ്ടങ്ങൾ കൊണ്ടുവന്ന് നാം അതിനെ ജയിച്ചാൽ, അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോട് ഇരുന്ന പോലെ. അതുകൊണ്ട് പ്രിയ ദൈവപൈതലേ, സാത്താനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ നശിപ്പിക്കാനല്ല. അവൻ നിന്നെ നശിപ്പിക്കാൻ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ആശ്രയിച്ച് അവനെ ജയിച്ച് നിൻ്റേത് അഥവാ എൻ്റേത് എന്നുള്ളത് വിട്ട് അതിന്മേൽ ജയം പ്രാപിക്കുക. ജയം പ്രാപിച്ചു കഴിയുമ്പോഴാണ് നാം ദൈവത്തെ പോലെയാകുവാൻ കഴിയുന്നത്. ഈ സാത്താൻ ആദ്യം വന്ന് ദൂതന്മാരുടെ കൂട്ടത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ 3 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ലൂസിഫറിൻ്റെ കൂട്ടം. അവരായിരുന്നു ഭൂമിയുടെയും ഗ്രഹങ്ങളുടെയും എല്ലാ അഡ്മിനിസ്ട്രേഷൻ, കൺട്രോൾ, ഭരണകർത്താക്കളായിരുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പാണ് മിഖായേലിൻ്റെ ഗ്രൂപ്പാണ് യഹോവയുടെ സൈന്യം. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഗബ്രിയേൽ, ദൈവത്തിൻ്റെ ദൂതകളുമായി പോകുന്നവർ. ഈ 3 ഗ്രൂപ്പിനെ സാത്താൻ പരിശോധിച്ചപ്പോൾ അതിൽ കൂടുതൽ അധികാരമുണ്ടായിരുന്നതായ ലൂസിഫറിൻ്റെ ഗ്രൂപ്പ് പിടിപെട്ടുപോയി. അത് യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ട്. യെശയ്യാ പ്രവചനം 14:12 മുതൽ 14 വരെ. യെശയ്യാ പ്രവചനം അരുണോദയപുത്രനായ ശുക്ര, ഐസിയ ചാപ്റ്റർ 14 വേഴ്സ് 12 to 14 വായിച്ചാൽ. യെശയ്യാ 14:12 മുതൽ 14 വരെ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ അരുണോദയപുത്രനായ ശുക്ര എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ അവിടെയാണ് ഇംഗ്ലീഷിൽ ലൂസിഫർ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റെങ്ങും ലൂസിഫർ എന്നുള്ള ശബ്ദം വരുന്നില്ല. ഇംഗ്ലീഷിൽ മാത്രം ലൂസിഫർ. അത് മലയാളത്തിൽ വന്നപ്പോൾ അരുണോദയപുത്രനായ ശുക്ര എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വന്ന കാര്യങ്ങൾ, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം എൻ്റെ സിംഹാസനം മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ സമാധത്തിൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതകൾ മീതെ കയറും, ഞാൻ അത്യുന്നത സമയനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അവിടെ 5 പ്രാവശ്യം ഞാൻ എൻ്റേത് എന്നുള്ളത് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ചിന്ത ലൂസിഫറിൻ്റെ ഹൃദയത്തിൽ ഇട്ടത് ആണ് സാത്താൻ. ഈ ലൂസിഫറിൻ്റെ ഹൃദയത്തിൽ ഇത് വരുന്നതിന് മുൻപേ ലൂസിഫർ നല്ലവനായിരുന്നു. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെ എന്ന് വായിച്ചാൽ. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ
12 മുതൽ 19 വരെ ഒന്ന് വായിച്ചാൽ. മനുഷ്യ എസെക്കിയേൽ ചാപ്റ്റർ 28 വേഴ്സ് 12 to 19. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്. സോർ രാജാവിനെ കുറിച്ച് എന്ന് പറയുന്നു, എന്നാൽ വാസ്തവത്തിൽ കീഴ്പോട്ട് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചല്ല, ഈ ഭൂമിയിൽ ഭരിക്കുന്ന ഒരു മനുഷ്യ രാജാവിനെ കുറിച്ചല്ല എന്ന് മനസ്സിലാവും. കീഴ്പോട്ട് വായിച്ചാൽ. നീ മാതൃകാ മുദ്രയായിരുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന അഭിഷിക്ത കെരൂബായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യത്തിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. ഇവിടെ സോർ രാജാവെന്ന് പറയുമ്പോൾ, സോർ രാജാവ് ഒരു കാലത്തും ഈ പറയപ്പെട്ട ഏദൻ തോട്ടത്തിൽ വസിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമാപർവ്വതത്തിൽ വസിക്കുകയോ ദൈവത്തിൻ്റെ സിംഹാസനത്തെ മറയ്ക്കുന്ന കെരൂബോ ആയിരുന്നില്ല. സോർ രാജാവെന്ന് പറയുമ്പോൾ സോർ രാജാവിൻ്റെ പിൻപിൽ നിൽക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, അതിൻ്റെ ശക്തി ആ ലോകത്തെ മുഴുവനും ഭരിച്ചുകൊണ്ടിരുന്ന ലൂസിഫറിൻ്റെ കൂട്ടമാണ്. അവിടെ അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതിയേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ ലൂസിഫറിന് ഒരു നല്ല സമയമുണ്ടായിരുന്നു. അവൻ ദൈവത്തിൻ്റെ പർവ്വതത്തിലായിരുന്നു. അവനെക്കുറിച്ച് നാം വായിക്കുമ്പോൾ, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകും. എന്നാൽ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതിയേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ സാത്താനെക്കുറിച്ച് നാം വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 8:44 വായിച്ചാട്ട്. ജോൺ 8:44, യോഹന്നാൻ 8:44 സാത്താനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. ഇവിടെ സാത്താനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ അകൃത്യം കണ്ടതുവരെ നിന്റെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ സാത്താനെ കുറിച്ച് പറയുമ്പോൾ നീ ആദ്യം മുതൽ അവൻ എന്താണ്? കുലപാതകൻ. ഇനി 1 യോഹന്നാൻ 3:8 കൂടെ വായിച്ചാൽ, 1 John chapter 3:8. 1 യോഹന്നാൻ 3:8. 1 യോഹന്നാൻ 3:8 വായിച്ചാൽ, 1 John 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാവുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അപ്പൊ ലൂസിഫർ ആദ്യം മുതൽ പാപം ചെയ്യുന്നില്ലായിരുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. അതുപോലെ സാത്താന്റെ പേരുകളെ കുറിച്ച് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 12:9 എന്ന് വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 12:9, റെവലേഷൻ ചാപ്റ്റർ 12:9, സാത്താന്റെ പേരുകളെ കുറിച്ച്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അവിടെ 4 പേര് പറയും, 4 പേരെ എടുത്ത് പറയുന്നത്: പിശാച്, സാത്താൻ, മഹാസർപ്പം, പഴയ പാമ്പ്. ഇവിടെ എങ്ങും ലൂസിഫർ എന്ന് കാണുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു സാത്താനെ ഒരിക്കലും ലൂസിഫർ എന്ന് വിളിച്ചിട്ടില്ല.
അങ്ങനെ വിളിച്ച് വേദപുസ്തകത്തിൽ ഒരു വാക്യം പോലുമില്ല. ഇത് വേദപുസ്തകം നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിക്കാതിരുന്നതിൻ്റെ ഫലമായി വേദപണ്ഡിതന്മാരും കമൻട്രി എഴുതുന്നവരും സാത്താനെയും ലൂസിഫറിനെയും കൂടെ ഒന്നിച്ചങ്ങാക്കിയിരിക്കുകയാണ്. ഇത് സാത്താൻ്റെ ഒരു തന്ത്രമാണ്. കാരണം എങ്ങനെയാണ് മനുഷ്യന് വീഴ്ച ഭവിക്കുന്നത് എന്നുള്ളത് മനുഷ്യരറിയരുത്. ഈ സ്വർഗത്തിലുള്ള ദൂതന്മാരെ ദൈവം പരീക്ഷിക്കുവാൻ അനുവദിച്ചപ്പോൾ സാത്താൻ അതിൽ 1/3 ദൂതന്മാരെ തള്ളി തൻ്റെ വാലുകൊണ്ട് തള്ളി താഴെയിട്ടു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് അല്പമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാം വാക്യം മുതൽ വായിച്ചാൽ 3-4. വെളിപ്പാട് പുസ്തകം 12:3-4. റെവലേഷൻ 12:3 and 4. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഈ ആകാശത്തിലെ ദൂതന്മാരെ ആകാശത്തിലെ നക്ഷത്രങ്ങളായി വെളിപ്പാട് പുസ്തകത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൂതന്മാരുടെ കൂട്ടത്തിൽ 3-1 ഈ സാത്താൻ അവൻ്റെ അവകാശമാക്കി. ഗബ്രിയേലിൻ്റെ ഗ്രൂപ്പ്, മിഖായേലിൻ്റെ ഗ്രൂപ്പ് അവൻ്റെ കൈവശം വന്നില്ല. എന്നാൽ രാജ്യങ്ങളെ ഭരിച്ച് വലിയ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്ന സൈന്യമാകുന്ന ലൂസിഫറിൻ്റെ കൂട്ടം സാത്താൻ്റെ പിടിയിൽപ്പെട്ടു. എങ്ങനെയാണ്? സാത്താൻ വന്ന് അവനോട് പറഞ്ഞു കൊടുത്തു. അത് വ്യക്തമായി വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ആത്മാവിൽ കൂടെ വിവേചിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നീ മനസ്സിൽ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനം മുന്നേക്കാൾ ഉയർത്തും, ഞാൻ അത്യുന്നതന് സമനാകും, ഞാൻ എൻ്റേത് എന്നുള്ളത് കൊണ്ട്. ഇതേ പ്രകാരമാണ് ഹവ്വായെ വഞ്ചിക്കാൻ ഇതേ തന്ത്രം സാത്താൻ ഉപയോഗിച്ചത്. അതാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ട് അവിടെ നിന്നും ഇതേ രീതിയിലുള്ളതായ കാര്യമാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിച്ചാൽ 4-5 വായിച്ചാൽ. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകും. ലൂസിഫറിന്റെ ഗ്രൂപ്പിന്റെ ഉള്ളിലും ലൂസിഫറിന്റെ വെള്ളത്തിലും വന്ന എന്താണ്? ഞാൻ അത്യുന്നതന് സമനാകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഇച്ഛകൾ കൊണ്ടുവരുന്ന സാത്താൻ ആണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിന്മേൽ ജയിക്കുവാൻ കഴിയുകയുള്ളൂ.